ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് ഈ അണിഞ്ഞൊരുങ്ങി പോകുന്നത് ഞാൻ അമ്പലത്തിലാണ്. നെയ്യാറ്റിൻകര കൃഷ്ണൻ കോവിലിൽ പോവുകയാണ്. എൻ്റെ കൃഷ്ണനെ കാണാനാണ് ഗേസ്. അപ്പോൾ ഞാനും അവൻ്റെ അമ്മയും കൂടെ ബസ്സിലാണ്. കുറച്ച് കാലമായി ബസ്സിലൊക്കെ കയറിയിട്ട് അവിടെ പോയപ്പോൾ നല്ല ക്യൂട്ട് കൃഷ്ണൻ ഉണ്ടായിരുന്നു. നല്ല കാണാൻ നല്ല ക്യൂട്ടായിരുന്നു ഗേസ്. പിന്നെ അത്യാവശ്യം ഒരു നല്ലപോലെ അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നു, ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ കയറാൻ കുറച്ച് ലേറ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മച്ചി പ്ലാവ് കണ്ടു. ഇവിടെ ഏതോ ഒരു രാജാവ് ഒളിച്ചിരുന്ന പ്ലാവ് എന്നൊക്കെയാണ് പറയുന്നത്, കറക്റ്റ് കഥ എനിക്കറിയില്ല. പിന്നെ അവിടെ വെച്ചിട്ട് കുറച്ച് പ്രഹസനങ്ങൾ, ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആനയെ കണ്ട്, ക്യൂട്ട് ആന. പക്ഷേ എനിക്ക് ആനയെ പേടിയാണ്. പിന്നെ എപ്പോൾ പോയാലും ഞാൻ ആറ്റിലാണെങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കും, ചുമ്മാ ഒരു ഹോബി. പിന്നെ അതിനായിട്ടാണെങ്കിൽ കമ്മൽ സെക്ഷനിൽ പോയി. എവിടെ പോയാലും കമ്മൽ എനിക്ക് മസ്റ്റ് ആണല്ലോ. പിന്നെ അവിടെയാണെങ്കിൽ ഓഫറിലാണെങ്കിൽ 30 രൂപയ്ക്ക് 4 ഫ്ലേവർ ഐസ്ക്രീം കൊടുത്തു. ഓഫർ കണ്ടെങ്കിൽ ചാടി വരും ഗേസ്. പിന്നെ ടേസ്റ്റ് ഉണ്ടോ എന്ന് കേട്ടാൽ കുഴപ്പമില്ല, 30 രൂപയ്ക്ക് എന്തുകൊണ്ട് 4 ഫ്ലേവർ വർത്താണ് ഗേസ്. പിന്നെ അതും കുടിച്ചു. പിന്നെ അതും കുടിച്ചിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നേരെ ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ ഒരു മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ 1 മണിക്കൂറെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്ത് ഫുഡിന് വർത്താണെന്ന് കേട്ടില്ല. വർത്താണ് ഗേസ്. ഞാൻ ഞെട്ടിപ്പോയി. നല്ല മുടിഞ്ഞ ടേസ്റ്റ് ആയിരുന്നു. ഈ ചമ്മന്തിയും വടയും സ്വർഗ്ഗം അടിപൊളി സാധനമായിരുന്നു. വായിൽ വെച്ച് അലിഞ്ഞു പോകും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചായ കുടിച്ചു. ഒരു അഴുക്ക ചായയാണ്. ചായ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഫുഡ് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ ഹോട്ടൽ പരിചയപ്പെടുത്തരാം. ഇത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ജയകൃഷ്ണ ഹോട്ടലാണ് കേട്ടോ.